സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണുള്ളത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചെറുകുടലിൽ വെച്ചാണ്. ഓപ്ഷൻ ബി ചെറുകുടൽ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കുന്ന പ്രസ്ഥാനം സമത്വ സമാജമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സമത്വ സമാജം. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്ര? സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്ര? 340 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 340 മീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ താപീയ മധ്യരേഖയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. താപീയ മധ്യരേഖ. കേരള സർക്കാരിന്റെ ജലനിധി പദ്ധതിയുമായി സഹകരിക്കുന്ന സ്ഥാപനം. കേരള സർക്കാരിന്റെ ജലനിധി പദ്ധതിയുമായി സഹകരിക്കുന്ന സ്ഥാപനം ലോക ബാങ്ക് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ലോക ബാങ്ക്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം അന്തരീക്ഷ പാളികളിലാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത്? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത് തന്നിരിക്കുന്നത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത് ഏതെല്ലാം പാളികളിലാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 1, 3 എന്നിവ ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ എന്നിവയിലാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത്. ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന: കൃഷി യോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചു. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. ഗുണം കൂടുതൽ ലഭിച്ചത് വൻകിട കർഷകർക്കായിരുന്നു. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം: ചുവടെ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ അവർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ആദിവാസി വിഭാഗങ്ങൾ അവർ കൂടുതലായിട്ട് കാണപ്പെടുന്ന സംസ്ഥാനം തന്നിരിക്കുന്നത് ഗദ്ദീസ്, ലപ്ച, ലുഷായ്, വാർലി എന്നീ വിഭാഗങ്ങളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. A1, B2, C3, D4. ഗദ്ദീസ് ഹിമാചൽ പ്രദേശിലാണ്. ലപ്ച സിക്കിമാണ്. ലുഷായ് മിസോറം, വാർലി മഹാരാഷ്ട്ര. ഗദ്ദീസ് കാണപ്പെടുന്നത് അധിവസിക്കുന്നത് ഹിമാചൽ പ്രദേശില്, ലപ്ച സിക്കിമിലാണ്, ലുഷായ് മിസോറമിലാണ്, വാർലി മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം: കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അടുത്ത ചോദ്യം: ചുവടെ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ അവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക.
തന്നിരിക്കുന്നു പൊയ്കയിൽ യോഹന്നാൻ, വാഗ്ബടാനന്ദൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, സഹോദരൻ അയ്യപ്പൻ. പ്രസ്ഥാനങ്ങൾ തന്നിരിക്കുന്നത് മിശ്രഭോജന പ്രസ്ഥാനം, പിടിയേരി സമ്പ്രദായം, ആത്മവിദ്യാസംഘം, പ്രത്യക്ഷ രക്ഷ, ദേവസഭ. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ബി. A4, B3, C2, D1. പൊയ്കയിൽ യോഹന്നാൻ, പ്രത്യക്ഷ രക്ഷ, ദേവസഭ. വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, പിടിയേരി സമ്പ്രദായം, സഹോദരൻ അയ്യപ്പൻ, മിശ്രഭോജനം. ഒന്നും കൂടി. പൊയ്കൽ യോഹന്നാൻ, പ്രത്യക്ഷ രക്ഷ, ദേവസഭ. വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, പിടിയേരി സമ്പ്രദായം, സഹോദരൻ അയ്യപ്പൻ, മിശ്രഭോജനം. ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം രചിച്ച രാഷ്ട്രീയ നേതാവ്? ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം രചിച്ച രാഷ്ട്രീയ നേതാവ് മമതാ ബാനർജിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മമതാ ബാനർജി. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ഏത് വർഷമായിരുന്നു? വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1809 ആണ്. ഓപ്ഷൻ എ 1809. മത്സ്യഫെഡിന്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ ആണ്. MJ ഷ്ലീഡൻ. എന്ത് അളക്കാനാണ് നോട്ട് ഉപയോഗിക്കുന്നത്? എന്ത് അളക്കാനാണ് നോട്ട് ഉപയോഗിക്കുന്നത്? കപ്പലിന്റെ വേഗം. കപ്പലിന്റെ വേഗം അളക്കുവാനാണ് നോട്ട് ഉപയോഗിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം കടന്നു പോകാത്തത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിലൂടെയാണ് ശബ്ദം കടന്നു പോകാത്തത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഖരം, ദ്രാവകം, ശൂന്യത. ഇവ ഒന്നുമല്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശൂന്യതയിലൂടെയാണ് ശബ്ദം കടന്നു പോകാത്തത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം ഡയോക്സിൻ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡയോക്സിൻ. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി ഓസ്മോസിസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓസ്മോസിസ്. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോണാണ് ഓക്സിൻ. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഓക്സിൻ. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. ഓപ്ഷൻ ഡി അലോക് റാവത്ത്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4A. 4A. അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഓസോൺ ഉള്ളത്? അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഓസോൺ ഉള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഉള്ളത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത ജഹനാര ഷാനവാസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജഹനാര ഷാനവാസ്. ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനം ഓപ്ഷൻ എ ആണ് ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ടിൻകൽ ഏത് മൂലകത്തിന്റെ അയിരാണ്? ടിൻകൽ എന്നത് ഏത് മൂലകത്തിന്റെ അയിരാണ്? ബോറോൺ ആണ്. ബോറോണിന്റെ അയിരാണ് ടിൻകൽ. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആര്യ പള്ളം. ഝാൻസി റാണി
വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഓപ്ഷൻ എ ആണ് 1858. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഓപ്ഷൻ എ 1858. കോഫി ബോർഡിന്റെ ആസ്ഥാനം. കോഫി ബോർഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. കോഫി ബോർഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ. വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി. നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ്. നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സുവോമോട്ടോയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സുവോമോട്ടോ. ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഓപ്ഷൻ ബി ആണ് 1723. ഓപ്ഷൻ ബി 1723. 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുത്തുസ്വാമിയാണ്. ഓപ്ഷൻ ഡി മുത്തുസ്വാമി. വജ്രമോതിരം എന്ന പ്രതിഭാസം കാണുന്നത് ഏത് പ്രതിഭാസത്തിലാണ്? വജ്രമോതിരം പൂർണ്ണ സൂര്യഗ്രഹണത്തിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പൂർണ്ണ സൂര്യഗ്രഹണം. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം ഓപ്ഷൻ എ ആണ് ഉത്തരം. 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ്. ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ ഏതാണ്? ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ സല്യൂട്ട് 1 ആണ്. സല്യൂട്ട് 1 ആണ് ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദ്കർ ആണ്. പ്രീതി ലത വഡേദ്കർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതുമാപ്പ്. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതുമാപ്പ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ. ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ നിയമ ദിനം നവംബർ 26 നവംബർ 26 ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നു. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10 സിദ്ധാന്തങ്ങൾ ആര്യ സമാജമാണ്. 10 സിദ്ധാന്തങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ശരിയായ കാലഗണനാക്രമം തന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924. ചാന്നാർ ലഹള നടന്നത് 1859. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936. മലബാർ കലാപം 1921. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ എന്നാണ്. ഹരിക്കെയിൻ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡൻ. ഓപ്ഷൻ ഡി ടെൻഡൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം
1973 ഓപ്ഷൻ സി ആണ് ഉത്തരം. 1973. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏത്? റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് ഓപ്ഷൻ എ IUCN. IUCN റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി. റിപ്പോ നിരക്ക് എന്നാൽ എന്ത്? റിപ്പോ നിരക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം. റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ റിപ്പോ നിരക്ക്. അവസാനത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്